അതിരാവിലെ തിരുസന്നിധിയണയുന്നൊരു സമയേ അതിയായി നിന്നെ സ്തുതിപ്പാൻ കൃപരുൾക യേശുപരനേ. അതിയായി നിന്നെ സ്തുതിപ്പാൻ കൃപരുൾക യേശുപരനേ. കർത്താവേ, വീണ്ടും ഒരു പ്രഭാതവും കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് ദാനമായി തന്നതുകൊണ്ട് അങ്ങയെ വാഴ്ത്തുന്നു. ഈ ഒരാഴ്ച മുഴുവൻ അവിടുത്തെ ശക്തിയോടുകൂടി ജീവിക്കേണ്ടതിന് ഉയരത്തിലെ നന്മകളും അനുഗ്രഹങ്ങളും ഞങ്ങളുടെ മേൽ വെളിപ്പെടുത്തണമേ. അങ്ങ് ഞങ്ങൾക്ക് മതിയായ ദൈവമാണെന്നുള്ള ബോധ്യത്തോടെ ഈ പ്രഭാതവും തിരുപാദത്തിൽ അണയുന്നു. ശക്തീകരിക്കണം. ക്രിസ്തുവേശുവിലൂടെ യാചന കേൾക്കണമേ. ആമേൻ, ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. പ്രഭാത പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കട്ടെ. കർത്താവിൻ്റെ നാമസ്തുതിക്കും മഹത്വത്തിനുമായി യേശുവെന്ന അഭയകേന്ദ്രം, മാറ്റമില്ല സ്നേഹിതൻ, സ്തോത്രം സ്തുതികൾക്ക് യോഗ്യൻ, വാഴ്ത്തും നിന്നെ എന്ന് ഞാൻ. നമുക്ക് ഒരുമിച്ച് പാടി ദൈവനാമത്തെ സ്തുതിക്കാവുന്നതാണ്. യേശു എന്ന ഭയകേന്ദ്രം, മാറ്റമില്ല സ്നേഹിതൻ, സ്തോത്രം സ്തുതികൾക്കു യോഗ്യൻ, വാഴ്ത്തും നിന്നെ എന്നും ഞാൻ. സ്തോത്രം സ്തുതികൾക്കു യോഗ്യൻ, വാഴ്ത്തും നിന്നെ എന്നും ഞാൻ. വ്യാകുലങ്ങൾ നേരിട്ടാലും ഭാരമുള്ളിൽ വന്നാലും രോഗിയായി തീർന്നാലും യേശുവിൽ ഞാൻ ചാരിടും. രോഗിയായി തീർന്നാലും യേശുവിൽ ഞാൻ ചാരിടും. എന്നെ ശുദ്ധീകരിച്ചിടാ ബാലശിക്ഷ നൽകിയ താതനു നന്ദി കരേറ്റും. ഹല്ലേലൂയ പാടും ഞാൻ. താതനു നന്ദി കരേറ്റും. ഹല്ലേലൂയ പാടും ഞാൻ. യേശുരാജൻ എന്നെ ചേർപ്പാൻ മേഘാരൂഢനായി വരും. ആകുലങ്ങളില്ല നാട്ടിൽ ചേരും സ്വർഗ വീട്ടിൽ ഞാൻ. ആകുലങ്ങളില്ല നാട്ടിൽ ചേരും സ്വർഗ വീട്ടിൽ ഞാൻ. യേശു എന്ന ഭയ കേന്ദ്രം, മാറ്റമില്ല സ്നേഹിതൻ, സ്തോത്രം സ്തുതികൾക്കു യോഗ്യൻ, വാഴ്ത്തും നിന്നെ എന്നും ഞാൻ. സ്തോത്രം സ്തുതികൾക്കു യോഗ്യൻ, വാഴ്ത്തും നിന്നെ എന്നും ഞാൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവിലേറെ വാത്സല്യമുള്ള എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഡിസംബർ മാസം 2-ാം തീയതി, ഞാൻ കഴിഞ്ഞ മാസം നിങ്ങളോട് പറഞ്ഞിരുന്നു, എല്ലാ മാസത്തിൻ്റെയും ആദ്യ ദിനങ്ങളിൽ കൊച്ചമ്മയുടെ പപ്പായുടെ കണ്ണിൻ്റെ സർജറിയുമായി ബന്ധപ്പെട്ട് ഒരു 3-4 മാസമെങ്കിലും ഏറ്റവും കുറഞ്ഞത് മധുര അരവിന്ദ് ഹോസ്പിറ്റലിൽ പോകേണ്ടതുണ്ട് ചെക്കപ്പിന് വേണ്ടി. കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് വന്നപ്പോൾ വീണ്ടും ചെറിയ ബ്ലീഡിങ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഗുളിക വേറെ തന്നു വിട്ടു. ഈ പ്രാവശ്യം ചെല്ലുമ്പോൾ ബ്ലീഡിങ് ഇല്ലായിരിക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചിരുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങനെ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ രാവിലെ മധുരയ്ക്കുള്ള യാത്രയിലാണ്. അതുകൊണ്ടാണ് ഇന്ന് ഇപ്രകാരം റെക്കോർഡ് ചെയ്ത ഒരു വീഡിയോ പ്രഭാതത്തിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്.
നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ സ്ഥിരമായി ധ്യാനിച്ചുകൊണ്ടിരുന്ന സദൃശവാക്യങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരികയാണ്. 3-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യമായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിച്ച് നിർത്തിയിരുന്നത്. ഇന്ന് 24-ാമത്തെ വാക്യം മുതൽ നമ്മൾ ചിന്തിക്കുകയാണ്. നീ കിടപ്പാൻ പോകുമ്പോൾ നിനക്ക് പേടി ഉണ്ടാകുകയില്ല. കിടക്കുമ്പോൾ നിന്റെ ഉറക്കം സുഖകരം ആയിരിക്കും. ദൈവത്തിൻ്റെ ജ്ഞാനവും വകതിരിവും സൂക്ഷിക്കുന്ന ഒരു വ്യക്തിക്കുണ്ടാകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് 21, 22, 23 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. ദൈവിക പരിജ്ഞാനം, ദൈവത്തിൻ്റെ വകതിരിവ്, വിവേകം, തമ്പുരാൻ തൻ്റെ വചനത്തിലൂടെ വെളിപ്പെടുത്തിയ ദൈവിക കാഴ്ചപ്പാടുകൾ അനുസരിച്ചുള്ള വിവേകവും ദൈവത്തിൻ്റെ തിരുവചനത്തിൽ വെളിപ്പെടുത്തുന്ന വകതിരിവും ജ്ഞാനവും കാത്തു സൂക്ഷിക്കാൻ ബദ്ധശ്രദ്ധനായിരിക്കുന്ന ഒരു മനുഷ്യന് ദൈവം തമ്പുരാൻ നൽകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് അതിൻ്റെ 22, 23 വാക്യങ്ങളിൽ നമ്മൾ ധ്യാനിച്ചത്. 24-ാമത്തെ വാക്യത്തിലും അത് തന്നെയാണ് പറയുക. അങ്ങനെ ദൈവിക പരിജ്ഞാനത്തെ സൂക്ഷിക്കുന്ന ആളിനെ സംബന്ധിച്ച് നീ കിടപ്പാൻ പോകുമ്പോൾ നിനക്ക് പേടി ഉണ്ടാവില്ല. പകല് മുഴുവൻ അധ്വാനിച്ചു രാത്രി വിശ്രമിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ഭയപ്പാടില്ലാതെ പേടിയില്ലാതെ വിശ്രമിക്കാൻ കഴിയുക എന്നുള്ളത് വളരെ അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളാണ്. പകല് നാം ചെയ്യാനുള്ള ജോലി കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി നമ്മൾ നിറവേറ്റി, വൈകുന്നേരം നമ്മൾ പ്രാർത്ഥിച്ചു, രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഞാൻ സുരക്ഷിതനാണ് എന്ന ഉത്തമമായ ബോധം ഒരു മനുഷ്യനുണ്ടാകുമ്പോഴാണ് അവന് ഭയമില്ലാതെ മുൻപോട്ട് പോകാൻ കഴിയുക. ഇവിടെ തിരുവചനം പറയുന്നു, തമ്പുരാന്റെ പരിജ്ഞാനത്തിൽ ജീവിതം ചിട്ടപ്പെടുത്തുന്ന ഒരാളെ സംബന്ധിച്ച് അവന് കിടക്കുവാൻ നേരം ഭയം ഉണ്ടാവില്ല. ഈ രാത്രിയിൽ അല്ലെങ്കിൽ കിടക്കുവാൻ നേരത്ത് എന്ത് ഭയമാണ് സാധാരണ ഒരു മനുഷ്യന് ഉണ്ടാകാൻ സാധ്യത അല്ലേ? ചില ആളുകൾക്ക് നാളെ പ്രഭാതം ഞാൻ കാണുമോ എന്നുള്ള ഭയമായിരിക്കാം. ചില ആളുകൾക്ക് നാളത്തെ ദിവസം ഞാൻ എങ്ങനെ മുൻപോട്ട് പോകും എന്നതിനെക്കുറിച്ചുള്ള ഭയമായിരിക്കാം. ചില ആളുകൾക്കെങ്കിലും ഈ ഇരുളിൻ്റെ സ്വപ്നങ്ങളെ ഭയപ്പാടോടുകൂടി കാണുന്ന ആളുകളുണ്ട്. രാത്രിയിൽ നമുക്കുണ്ടാകുന്ന ഭയം എന്തൊക്കെയാണ് എന്ന് ഓരോരുത്തർക്കും വ്യത്യസ്തമായ അനുഭവങ്ങളായിരിക്കും. അപ്പോൾ ഈ രാത്രിയിലെ ഭയം, നാളെയെക്കുറിച്ചുള്ള ആകുലതയിലുള്ള ഭയം വേണ്ട. നിന്റെ ജീവിതത്തിൽ ഇന്നലകളിൽ സംഭവിച്ച കാര്യങ്ങൾ ഇത് തുടരുമോ എന്നോർത്തുകൊണ്ടുള്ള ഭയം നിനക്ക് വേണ്ട. ദൈവിക പരിജ്ഞാനത്തിൽ നിലനിൽക്കാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ രാത്രിയിലെ ഭയം, നിന്റെ ഉറക്കം കെടുത്തുന്ന ഭയം, നിനക്കുറങ്ങാൻ കഴിയാത്ത വിധത്തിൽ നിന്റെ മനസ്സിനെ ഉണർത്തിക്കൊണ്ട് നിന്നെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഭയം നിനക്കുണ്ടാവില്ല എന്ന് ദൈവവചനം നമുക്ക് ഉറപ്പ് നൽകുകയാണ്. അപ്പോൾ അതിനുവേണ്ടി നാം പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. ദൈവിക പരിജ്ഞാനവും വകതിരിവും കാത്തുകൊള്ളണം. ദൈവിക ജ്ഞാനം അത് ബോധപൂർവം തന്നെ, കർത്താവേ നിന്റെ വചനം പകർന്നു തരുന്ന ജ്ഞാനം എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് മറ്റ് പലവിധത്തിൽ ജ്ഞാനങ്ങൾ നേടുന്ന നമ്മെ സംബന്ധിച്ച് ദൈവജ്ഞാനത്തെക്കാൾ മുകളിലായി മറ്റുള്ള ഒരു ജ്ഞാനത്തെ കാണാതെ ദൈവിക ജ്ഞാനം പ്രധാനപ്പെട്ടതാണെന്ന് കാണുകയും വകതിരിവോടെ, വിവേകത്തോടെ ഞാനൊരു ദൈവമകനാണ്, ഞാനൊരു ദൈവമകളാണെന്നുള്ള ബോധത്തോടെ മുൻപോട്ട് ജീവിക്കുകയും ചെയ്യുമ്പോൾ തിരുവചനം പറയുക, കിടപ്പാൻ പോകുമ്പോൾ നിനക്ക് ഭയപ്പെടാൻ ഒന്നുമില്ല. നാളത്തെ ദിവസം എന്തൊക്കെയാണോ എൻ്റെ ദൈവമേ വരാൻ പോകുന്നത്, നാളത്തെ ദിവസം വെള്ളപ്പൊക്കം വരുമോ, നാളത്തെ ദിവസം ഇടിമിന്നൽ വരുമോ, നാളത്തെ ദിവസം ഞാൻ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നേരിടാൻ. ചില ആൾക്കാർക്ക് ഉറങ്ങി പിറ്റേ ദിവസം വരുന്നുവെന്ന് പറയുമ്പോൾ തന്നെ ഭയപ്പാടാണെന്നാണ് പറയുന്നത് അല്ലേ?
അപ്പോൾ ദൈവിക പരിജ്ഞാനവും ദൈവത്തിൻ്റെ ജ്ഞാനവും ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചാൽ അവന് രാത്രി ഭയമില്ലാതെ, അല്ലേ, കിടപ്പാൻ പോകുമ്പോൾ നിനക്ക് പേടി ഉണ്ടാവുകയില്ല. സമാധാനത്തോടെ ഞാൻ കിടന്നുറങ്ങി, യഹോവേ നീയല്ലോ എന്നെ വിശ്രമിക്കുമാറാക്കുന്നത്. അപ്പോൾ ഈ വിശ്രമത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അത്യാവശ്യമാണ് ശരീരത്തിന് വിശ്രമം. പിറ്റേ ദിവസം പകല് എഴുന്നേറ്റ് ജോലി ചെയ്യണമെങ്കിൽ രാത്രിയിൽ സുഖകരമായി വിശ്രമിച്ചേ പറ്റൂ. 2 മണിക്കൂറോ 3 മണിക്കൂറോ ഉറങ്ങാൻ പറ്റുന്നുള്ളൂ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അത് മതിയോ എന്ന് ചോദിച്ചാൽ അത് പോരാ എന്ന് പറയാം. പക്ഷേ ഗാഠമായി ഉറങ്ങുക, ക്ഷീണമൊക്കെ തീർത്ത് പിറ്റേ ദിവസം എഴുന്നേൽക്കുക, അത് മനസ്സാന്നിധ്യത്തോടെ. ചില ആളുകൾക്ക് ഇല്ലേ, ഉറങ്ങാൻ കഴിയാതെ സ്ലീപ്പിംഗ് പിൽസ് ഉപയോഗിക്കുന്ന ആളുകളില്ലേ, 2 മണി 3 മണി വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞു കിടന്നുറങ്ങി പലതിനെക്കുറിച്ച് ചിന്തിച്ച് വിചാരപ്പെട്ടും കിടന്ന് രാത്രിയിൽ വിശ്രമമില്ലാതെ കഴിയുന്ന, പിറ്റേ ദിവസം രാവിലെ പ്രഷർ കൂടി എഴുന്നേൽക്കുന്ന എത്രയോ ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ടല്ലേ. അപ്പോൾ അതൊക്കെ മാറാൻ വേണ്ടിയുള്ള ഒറ്റമൂലിയാണ് ദൈവഭയവും ദൈവജ്ഞാനവും വിവേകവും ഹൃദയത്തിൽ സൂക്ഷിച്ചു കൊള്ളുക. ഇവിടെ പറയും, നീ കിടപ്പാൻ പോകുമ്പോൾ നിനക്ക് പേടിയുണ്ടാകില്ല. പിന്നെ കിടക്കുമ്പോൾ നിന്റെ ഉറക്കം സുഖകരമായിരിക്കും. എത്ര മനോഹരമായ പ്രയോഗമാണ് അല്ലേ. ചിലപ്പോഴെങ്കിലും അങ്ങനെ പറയാറുണ്ട്, നല്ലവണ്ണം ഒന്ന് ഉറങ്ങിയിട്ട് ദിനങ്ങളായി. ചില ആളുകളെങ്കിലും അങ്ങനെ പറയാറുണ്ട് അല്ലേ, നല്ലവണ്ണം ഒന്ന് ഉറങ്ങിയിട്ട് ദിനങ്ങളായി. ഇതാണിവിടെ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത്. ദൈവഭയമുള്ള ഒരു മനുഷ്യന് പകൽ ഉന്മേഷത്തോടെ പ്രവർത്തിക്കാൻ വേണ്ടുന്ന വിശ്രമമാണ് രാത്രിയിൽ കിട്ടേണ്ടത്. വൈകുന്നേരത്തെ പ്രാർത്ഥന, വ്യക്തിപരമായ ദൈവത്തോടുള്ള അപേക്ഷ, ഇതൊക്കെ വളരെ ഗൗരവമേറിയ കാര്യങ്ങളാണ്. പിറ്റേ ദിവസം ഒരു പുതിയ ദിനമാണ്. ആ പുതിയ ദിനത്തെ പുതുമയോടും ശക്തിയോടും കൂടെ നേരിടണമെങ്കിൽ നല്ലവണ്ണം ഉറക്കം നമുക്ക് ആവശ്യമാണ്. ഉറങ്ങിയില്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് ഉറങ്ങാതെ ജോലി ചെയ്യുന്ന പല ആളുകളോട് ചോദിച്ചാൽ മതി. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ ഒക്കെ ഷൂട്ടപ്പ് ചെയ്ത് പരിസരബോധം മറന്ന് ഉറങ്ങി ജീവിക്കുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ടാവും. അപ്പോൾ ദൈവവചനം എത്രത്തോളം കൃത്യമായിട്ടാണ് നമ്മുടെ ജീവിതത്തെ വിശകലനം ചെയ്യുന്നത്. ചില ആളുകൾക്ക് ഉറങ്ങാൻ ഭയമാണ്. ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാതെ ഭയം. സുഖകരമായി ഉറങ്ങാൻ പറ്റുന്നില്ല. ദുസ്വപ്നങ്ങൾ കാണുന്നു. ചുമ്മാ രസകരമായിട്ടാണെങ്കിലും ചില ആളുകൾ പറയാറുണ്ട്, അച്ഛാ ഉറങ്ങുന്ന സമയത്ത് തലയോട്ടിയൊക്കെ മുമ്പിൽ വന്ന് ചിരിക്കുക, ഉറങ്ങുന്ന സമയത്ത് പാമ്പ് കൊത്താൻ വരുന്ന പോലെ സ്വപ്നം കാണുക, പന്നി ഓടിക്കുന്നു, ആന പിടിക്കുന്നു, അല്ലേ, കണ്ണടയ്ക്കാൻ പേടിയാ, ഉറങ്ങാനേ പറ്റുന്നില്ല അല്ലെ. സൈക്കോളജിക്കലായിട്ട് പറയുന്ന നമ്മുടെ ഉപബോധ മനസ്സിൽ എപ്പോഴോ കയറിക്കൂടിയ ഭയത്തിൻ്റെ അനുഭവങ്ങൾ നമ്മൾ ഉറങ്ങുമ്പോൾ അത് ഉണർന്ന് എഴുന്നേറ്റ് സ്വപ്നമായി വെളിപ്പെട്ട് വരുന്നു എന്ന് പറയും. നമ്മുടെ ഹൃദയത്തെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ശുദ്ധീകരിക്കാതെ വൈരാഗ്യങ്ങളും പിണക്കങ്ങളും പകയും വിദ്വേഷവും ഒക്കെ ഒളിപ്പിച്ചു വെച്ച മനസ്സോടുകൂടി കിടക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഭയപ്പാടുകളൊക്കെ, ഭയപ്പെടുന്ന സ്വപ്നങ്ങളൊക്കെ ഉണ്ടാകുമെന്നാണ് അവർ പറയുന്നത്. എന്തുമാകട്ടെ, ഒരു മനുഷ്യ ജീവിതത്തിൽ അത്യാവശ്യമായ ഉറക്കം, വിശ്രമം ഇല്ലെങ്കിൽ അത് വലിയ പ്രശ്നമാണ്. ഉറങ്ങാൻ കഴിയാതെ ചിന്തിച്ച് കൂട്ടുന്ന ഒരുപാട് ചിന്താകുലങ്ങൾ നമുക്കുണ്ടാവും. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് അങ്ങനെയുള്ള ചിന്താകുലങ്ങളുണ്ടോ? ഒരു നിമിഷം സ്വയമായി ചിന്തിച്ച്. തിരുവചനം പറയുന്നത് പോലെ കിടക്കാൻ പോകുമ്പോൾ എനിക്ക് ഭയമാണ്. അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? അല്ലെങ്കിൽ ഇവിടെ പറയുമ്പോൾ ഉറക്കം സുഖകരമല്ല, പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല. എന്താണ് നിന്റെ മനസ്സിനെ അലട്ടുന്ന ചിന്തകൾ, ചിന്താകുലങ്ങൾ, വേദനകൾ, ഭയങ്ങൾ? എൻ്റെ പ്രിയരെ, നിങ്ങളൊന്ന് മനസ്സിരുത്തി ഒന്ന് ചിന്തിച്ചേ. ഉറങ്ങാൻ കഴിയാതെ നിങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന ഭാരങ്ങൾ എന്താണ്? വേദനകൾ എന്താണ്? അങ്ങനെ കുറേ നാൾ ഉറങ്ങാതിരുന്നാൽ അത് വലിയ ശാരീരിക പ്രശ്നമായി മാറും. പിന്നെ ജീവിതത്തിൽ പ്രശ്നങ്ങളും വേദനകളും പ്രതികൂലങ്ങളും അടിക്കടി വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് ഞാൻ പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഉറക്കം കിട്ടണമെങ്കിലും ഭയമില്ലാതെ വിശ്രമിക്കാൻ പറ്റണമെങ്കിലും ദൈവിക ജ്ഞാനവും വകതിരിവും കാത്തുകൊള്ളണം. ദൈവികമായ ബന്ധത്തിൽ ഉറച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയുടെ വിശ്രമവും അവൻ്റെ ജീവിതവും ഉറക്കവും
ഉണർന്നുള്ള ജീവിതവും ഒരുപോലെ തൃപ്തികരമായിരിക്കുമെന്നാണ്. നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്കിങ്ങനെ വിലയിരുത്താം. നിങ്ങൾക്ക് നല്ല ഉറക്കം കിട്ടുന്ന ആളുകളാണോ? അച്ഛൻ എന്താ ഇങ്ങനെ ചോദിക്കുന്നത് നിങ്ങൾ ചിന്തിക്കില്ല. വചനം പറയുന്നത് ദൈവഭയമില്ലാതെ ജീവിക്കുന്നവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലെന്നാ. സമാധാനത്തോടെ ഭയമില്ലാതെ ഉറങ്ങാൻ പറ്റുന്നില്ലെന്നാ. നമുക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ടോ? നാളത്തെ ദിവസം ദൈവം എന്നെ കരുതും എന്ന് ധൈര്യത്തോടെ വിശ്രമിക്കാൻ പറ്റുന്നു. നാളത്തെക്കുറിച്ചുള്ള ആകുലതകൾ, അയ്യോ നാളെ ഞാൻ എന്ത് ചെയ്യും, നാളെ എനിക്ക് ഇത്ര പണത്തിൻ്റെ ആവശ്യങ്ങളുണ്ട്, നാളെ ഇന്ന പ്രശ്നങ്ങളെ ഞാൻ നേരിടാനുള്ളവനാണ്, അയ്യോ എന്നാ ചെയ്യും, ആകുലതയോടും വെപ്രാളത്തോടും ഭയപ്പെട്ട മനസ്സോടും ഭാരമുള്ള മനസ്സോടും കിടന്നുറങ്ങിയോ? ഉറങ്ങിയില്ല. കിടന്നു. ഇത്രമാത്രം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ട്. പ്രിയരേ, നമുക്ക് വേണം വിശ്രമം. നല്ലവണ്ണം ഭയമില്ലാതെ ഉറങ്ങാൻ പറ്റണം. സുഖകരമായി ഉറങ്ങി പ്രഭാതത്തിൽ എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിക്കുവാനായി പറ്റണം. ഒരു നിമിഷം നമുക്ക് നമ്മെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഇത്തരത്തിൽ ഭയപ്പാടോടും വേദനയോടും കൂടി കഴിയുന്ന, ഉറങ്ങാൻ കഴിയാതെ ചിന്താകുലത്തോടു കൂടി കഴിയുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഇന്നെന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിനക്ക് സമാധാനത്തോട് ഉറങ്ങാൻ അവസരം നൽകുന്ന നസ്രായനായ ക്രിസ്തുവിൽ അടിയുറച്ച് വിശ്വസിപ്പീൻ. ക്രിസ്തു നിനക്ക് വേണ്ടി സകലവും പൂർത്തീകരിക്കുന്ന ദൈവമാണെന്ന് ഏറ്റെടുപ്പീൻ. കർത്താവേ, നീ എനിക്ക് മതിയായവനാണെന്ന് ഇപ്പോൾ ഈ പ്രഭാതത്തിൽ ഒരു നിമിഷം ദൈവത്തോട് ഒന്ന് പറയുവിൻ. കർത്താവേ, നീ എനിക്ക് മതിയായവനാണെന്ന് ഞാൻ പറയും. ഞാനത് വിശ്വസിക്കുന്നു. എൻ്റെ യേശു എനിക്ക് മതിയായവനാണ്. എൻ്റെ കർത്താവ് എനിക്ക് മതിയായവനാണ്. അവൻ എന്നെ നടത്തുവാൻ മതിയായവനാണ്. അവൻ എൻ്റെ ഭാരം വഹിക്കുവാൻ മതിയായവനാണ്. അവൻ എന്നെ ചുമക്കുന്നവനാണ്. ഞാൻ ഭയപ്പെടുകയില്ല, ഞാൻ തളരുകയില്ല. എൻ്റെ കർത്താവ് എനിക്ക് മതിയായവനാണ്. എൻ്റെ മനസ്സിൻ്റെ ഭയം, ഉറങ്ങാൻ കഴിയാതെ എന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന, നല്ലവണ്ണം വിശ്രമിക്കാൻ കഴിയാതെ എൻ്റെ മനസ്സിനെ ഭാരം കൊണ്ട് നിറയ്ക്കുന്ന എല്ലാ തിന്മ ചിന്ത കുലങ്ങളും എന്നെ വിട്ട് മാറട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്നെ വിട്ട് മാറട്ടെ എന്ന് പറയുക. ദൈവത്തിന് മുൻപാകെ നമുക്ക് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കും. ഒരാഴ്ച ആരംഭിക്കുമ്പോൾ ഈ ഒരാഴ്ച മുഴുവൻ ദൈവിക കരവും കാവലും നമ്മോടൊപ്പം ഉണ്ടാകേണ്ടതിന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. ഈ ഒരാഴ്ച നമ്മൾ ചെയ്യാനുള്ള സകല കാര്യങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ കൂടി, നമ്മുടെ ജോലി കാര്യങ്ങൾ, നമ്മുടെ യാത്രകൾ, പ്രത്യേകിച്ച് ഡിസംബർ മാസമാണ്. ഞങ്ങളെപ്പോലുള്ള ദൈവവേലക്കാർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള ഒരു മാസമാണ്. ദൈവത്തിന് വേണ്ടി വിശ്വസ്തയോടെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ, അഹങ്കാരത്തോടെയോ തല ഉയർത്തണമെന്നുള്ള ചിന്തയോടെയല്ല, തമ്പുരാനെ ഏൽപ്പിക്കുന്ന കാര്യം ഈ ഒരു വർഷം പൂർത്തീകരിക്കാൻ പോകുന്ന നിമിഷങ്ങളിൽ ഏറ്റവും ഭംഗിയായി ചെയ്യാൻ കൃപ തരണമേ. ഈ ഒരാഴ്ച നടത്താനുള്ള പ്രാർത്ഥനകൾ, യാത്രകൾ, ഇതെല്ലാം അനുഗ്രഹമാക്കി തരണമേ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ ഒരാഴ്ച പല ജോലികൾ ചെയ്യാൻ വേണ്ടി പോകുന്ന ആളുകളാണ്. പലവിധ ജീവിത സാഹചര്യങ്ങളോട് പോകുന്നവരെ ഈ ഒരാഴ്ച മുഴുവൻ തമ്പുരാനെ അങ്ങയുടെ ദൂതന്മാരെ വിട്ടെന്നെ കാക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവ് കൊണ്ട് എന്നെ ബലപ്പെടുത്തണമേ. അങ്ങയുടെ തിരുരക്തം കൊണ്ട് എന്നെ മുദ്രയിട്ട് ഭദ്രമായി സൂക്ഷിക്കണമേ. എന്നെയും എൻ്റെ കുടുംബത്തിലെ വ്യക്തികളെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും ഒരുപോലെ ദൈവം കാത്തുകൊള്ളണമേ എന്ന് ദൈവത്തോട് മനഃപൂർവ്വമായി നമുക്ക് പ്രാർത്ഥിക്കാം. ലൈവ് പ്രാർത്ഥനയിൽ അല്ലെങ്കിൽ ഈ റെക്കോർഡ് പ്രാർത്ഥന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടാൻ, ദൈവഭയമുള്ളവരായി സമാധാനത്തോടെ വിശ്രമിക്കാൻ, ഭയമില്ലാതെ ഉറങ്ങുവാൻ, അമേൻ, ഏറ്റവും നല്ല വിശ്രമത്തിലൂടെ ശക്തി പ്രാപിച്ചെഴുന്നേറ്റ് പ്രഭാതത്തെ എതിരേൽക്കുവാൻ കർത്താവ് എന്നെ സഹായിക്കണമേ. ഓരോ ദിവസവും നിൻ്റെ കൃപ എൻ്റെ മേൽ പകരണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച്, ദൈവം അനുവദിച്ച നാളെ രാവിലെ വീണ്ടും നമ്മൾ നേരിട്ട് ഒരുമിച്ച് കാണും. പ്രഭാതത്തിൽ 5:45 മുതൽ ഇപ്പോൾ നമ്മെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമ്മുടെ എല്ലാ ജീവിത ഭയങ്ങളും ഭാരങ്ങളും ഉയർത്തെഴുന്നേറ്റ കർത്താവ് നീക്കിക്കളയേണ്ടതിന് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കും. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായി വാക്കുമാറാത്തവനായി ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായ ദിവസത്തിൻ്റെ ഈ പ്രഭാതയാമത്തിനായി സ്തോത്രം. കർത്താവേ, തിങ്കളാഴ്ച പ്രഭാതം കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഈ ഒരാഴ്ച ഞങ്ങൾ ആരംഭിക്കുമ്പോൾ ഒരാഴ്ച മുഴുവൻ ഞങ്ങളെ നടത്തുവാൻ നീ മതിയായവരാണെന്ന് ഞങ്ങൾ സാക്ഷിക്കുന്നു. ഉറങ്ങാൻ കഴിയാതെ മനസ്സിനെ അലട്ടുന്ന ഭാരങ്ങൾ, സമാധാനത്തോടെ സ്വസ്ഥമായി വിശ്രമിക്കാൻ കഴിയാതെ ഞങ്ങളുടെ മനസ്സിനെ ഭയപ്പെടുത്തുന്ന അനുഭവങ്ങൾ, കർത്താവെ, അങ്ങയുടെ പരിശുദ്ധമായ നാമത്തിൽ അതൊക്കെ ഞങ്ങളെ വിട്ടു മാറട്ടെ. ഞങ്ങളുടെ ഭയങ്ങൾ, സങ്കടങ്ങൾ, നിരാശകൾ, വേദനകളെല്ലാം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറ്റപ്പെടട്ടെ. ഈ ലൈവ് പ്രാർത്ഥനയിൽ, ഈ പ്രഭാത പ്രാർത്ഥന എന്നോടൊപ്പം പങ്കെടുക്കുന്ന അങ്ങയുടെ ഓരോ മക്കളെയും അങ്ങയുടെ പരിശുദ്ധാത്മാവ് കൊണ്ട് ബലപ്പെടുത്തി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ആരും തളരാതെ ദൈവകൃപയിൽ ആനന്ദിക്കാൻ എൻ്റെ ദൈവം സഹായിക്കണമേ. കർത്താവേ, അടിയൻ്റെ യാത്ര, ഇന്നത്തെ യാത്ര ഫലപൂർണ്ണമാക്കണമേ. ഹോസ്പിറ്റലിൽ പോയി കർത്താവെ തൃപ്തികരമായ റിസൾട്ട് അറിഞ്ഞു മടങ്ങി വരുവാൻ സഹായിച്ചാലും, ഇന്നെന്നെ കേൾക്കുന്ന അങ്ങയുടെ മക്കൾ പലയിടങ്ങളിലിരുന്നാണ് എന്നെ കേൾക്കുന്നത്. യേശുവേ, നീ മതിയായ ദൈവമാകയാൽ തൻ്റെ കൃപ യേശുവിൻ്റെ മഹത്വത്തിന് വേണ്ടി കർത്താവെ നിൻ്റെ മക്കളുടെ മേൽ വെളിപ്പെടുത്തണമേ. തളരാതെ നിൻ്റെ മക്കൾ മുൻപോട്ട് പോകുവാൻ ഇടവരുത്തണമേ. ഇന്ന് കർത്താവിനെ സ്തുതിക്കുവാൻ തന്ന വിലയേറിയ അവസരത്തിന് സ്തോത്രം.
എല്ലാ മഹത്വം അങ്ങേക്ക് അർപ്പിക്കും. ക്രിസ്തുവേശുവിലൂടെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണം, തിരുരാജ്യം വരണമേ, തിരുവിഷ്ട സ്വർഗത്തിലെ പരിഭൂമിനുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം എന്ന് തരണം. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളെ പരീക്ഷ കിടത്താ ദുഷ്ടം നിങ്ങളെ വിടുവിക്കണം. രാജ്യവിശക്തി മഹത്വം എന്നേക്കും അങ്ങേക്കുള്ളതാകുന്നുവല്ലോ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹം ദൈവജനമേ നിങ്ങളോട് കൂടെ ഈ ഒരാഴ്ച മുഴുവൻ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. ദൈവത്തിരുനാമം വാഴ്ത്തപ്പെടട്ടെ. ഇന്ന് പ്രഭാതത്തിൽ പ്രകാരം നിങ്ങളെ കണ്ടുമുട്ടുവാൻ വീണ്ടും ദൈവം അവസരം തന്നു. നാളെ രാവിലെ വീണ്ടും 5:45 നമുക്ക് കൂടി വരാം. സകല നന്മകളാലും ദൈവം വഴി നടത്തട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ എല്ലാവർക്കും ശുഭകരമായ ദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. പരസ്പരം പ്രാർത്ഥിക്കാം. ഗോഡ് ബ്ലസ് യു. സീ യു. ബൈ.